ഹലോ ഫ്രണ്ട്സ്, ഇതെൻ്റെ ഹോസ്റ്റാണ്. നമ്മൾ കാണാൻ പോകുന്നത് ബൊറോഡോ നാരുഡോസ് നെക്സ്റ്റ് ജനറേഷനിലെ എപ്പിസോഡ് നമ്പർ 106, 107, 108, 109, 110 എന്ന 5 എപ്പിസോഡുകളാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമുക്ക് നേരെ നമ്മളുടെ എപ്പിസോഡിലേക്ക് പോവാം. അപ്പം നമ്മൾ ആദ്യം കാണിക്കുന്ന മിറൈനാണ്. അവൾ അസുമയുടെ ഫോട്ടോയൊക്കെ നോക്കി പ്രാർത്ഥിച്ച് അമ്മയോട് പോവുക എന്നൊക്കെ പറഞ്ഞിട്ട് പോവുകയാണ്. ഒരു മിഷനായിട്ട് മിറായി പോവുകയാണ്. അവളാണെങ്കിൽ പഴയ ഹൊക്കാഗെമാരുടെ ആ ഒരു സ്ഥലമില്ലേ, അവിടെ പോയിട്ട് നിന്ന് പ്രാർത്ഥിക്കുന്നൊക്കെയുണ്ട്. അതായത് നമ്മൾ നറൂട്ടോട് ഉൾപ്പെടെ എല്ലാവരോടും പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നല്ലൊരു മിഷനായിട്ട് വരണമെന്നൊക്കെ. അപ്പം മിറായി ആണെങ്കിൽ ഇറങ്ങുന്ന നേരം ആലോചിച്ചിട്ടുണ്ടായിരുന്നു, എന്നെ കാണാൻ എൻ്റെ അമ്മയെ പോലെയാണ്, അതുപോലത്തെ ഹെയർ ആണ് എന്ന രീതിയിലൊക്കെ. അപ്പോൾ അതൊക്കെ ഓർത്തിങ്ങനെ പ്രാർത്ഥിച്ച് നിൽക്കുമ്പോഴാണ് അവിടത്തേക്ക് ഷിക്കമാറും നമ്മളുടെ ബൊറോട്ടയും വരുന്നത്. അപ്പോൾ അവരെ കണ്ടതും അവൾ അങ്ങോട്ടേക്ക് തിരിഞ്ഞ് സംസാരിക്കാൻ തുടങ്ങുന്നുണ്ട്. ഷിക്കമാറ് ചോദിക്കുന്നുണ്ട്, എന്താ നീ നിൻ്റെ കയ്യിലിരിക്കുന്ന ആ ഒരു വെപ്പൺ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ പഠിച്ചോന്ന്? ഇല്ല, അത് പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറയണം. പഠിക്കാൻ ഇത്തിരി പാടാന്ന് പറയണം. അതെ, പഠിക്കാൻ നല്ല പാടാണ്, എന്നാലും നീ പഠിക്കണമെന്ന് പറയണം. കാരണം അത് നമ്മളുടെ അസുമ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പോൾ അസുമയുടെ അതേ ടാറ്റിക്സ് വരാൻ വേണ്ടിയിട്ടാണ്. ലൈക്ക് ആ ഒരു സംഭവം ഇനി അത്ര പെർഫെക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്ന ഒരാൾ മിറായിയുടെ അടുത്ത് നിന്നാണ്. അപ്പോഴത്തേക്ക് അവിടത്തേക്ക് ഷിക്കഡായി വരുന്നുണ്ട്. ഷിക്കമാറിനെയും ഷിക്കഡായിനെയും കാണാൻ ഒരേപോലെ അല്ലേ, അതുപോലെയാണ് മിറായുടെ അമ്മേനെ എന്ന് മിറായി വിചാരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ബൊറോട്ടയും അതുപോലെ തന്നെ അവിടെ നിൽക്കുന്നുണ്ട്. ഷിക്കമാറും ഷിക്കഡായും അവിടെ നിന്ന് പോകുന്നുണ്ട്. ഷിക്കമാറാണെങ്കിൽ നല്ല രീതിയിൽ മിഷൻ നീ എന്നെ കൊണ്ട് പറ്റും എന്നൊക്കെ പറയുന്നുണ്ട്. മിറായി ആണെങ്കിൽ അതൊക്കെ കേൾക്കുന്നുണ്ട്. നിന്നെ കാണാൻ അസുമയെ പോലെ ഉണ്ടെന്നൊക്കെ നമ്മളുടെ ആര് പറയുന്നുണ്ട്, ഷിക്കമാറ് പറയുന്നുണ്ട്. ബൊറോട്ടനോട് പറയാണ്, ഞാൻ പോകുന്നത് ഒരു അടിപൊളി മിഷനാണ്. ഓ, എ റാങ്ക് മിഷനാണോ? എന്താണ് മിഷൻ ചോദിക്കുകയാണ്. എ റാങ്ക് ഒന്നുമല്ല ബൊറൂട്ടോ, നിന്നോട് ഞാൻ പറയാം, അതൊരു എസ് റാങ്ക് മിഷനാണ്. ബൊറൂട്ടോ, എന്ത് എസ് റാങ്ക് മിഷനോ? എസ് റാങ്ക് മിഷൻ നിനക്ക് കിട്ടിയോ? പക്ഷേ ഷിക്കമാറും ഷിക്കഡായും പറഞ്ഞത് നിനക്ക് ഒരു വെക്കേഷൻ പോലെ ആണെന്നാണല്ലോ. വെക്കേഷൻ നമ്മളുടെ കകാശിയുടെ കൂടെ മൈഗയുടെ കൂടെ ഉണ്ടെന്നാണല്ലോ നീ അവരോട് പറഞ്ഞേ. അതെ, ഞാൻ അങ്ങനെ അവരോട് പറഞ്ഞേ, കാരണം ഇതൊരു സീക്രട്ട് മിഷനാണ്, ഞാൻ അടിച്ചു പൊളിക്കാൻ പോവാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഓടി ചെല്ലുമ്പോൾ അവിടെ കകാശി ആണെങ്കിൽ നമ്മളുടെ വെക്കേഷൻ ഡ്രസ്സ് തന്നെയാണ്. നമ്മളുടെ മൈഗയും വെക്കേഷൻ ഡ്രസ്സും ബാക്ക് ബാഗും ആയിട്ടൊക്കെ. എന്താണ് മിറായി, നിനക്കൊന്നും ഇതുവരെ അറിയത്തില്ലേ, വെക്കേഷൻ ട്രിപ്പിന് പോകുന്നത് പോലല്ലേ നമ്മൾ പോണേ എന്ന് പറയുമ്പോൾ, ഓ അതാണല്ലേ സംഭവം എന്ന് പറഞ്ഞ് പെട്ടെന്ന് ഡ്രസ്സ് മാറി വരുന്നുണ്ട്. നമ്മളുടെ മൈഗയെ തലകുത്തിയൊക്കെ നടന്നു പോകുന്നുണ്ട്. പിന്നെ മര്യാദയ്ക്ക് വീൽ ചെയറിൽ കയറിയും പോകുന്നുണ്ട്. ഇതൊക്കെ നോക്കി എന്താ സംഭവം എന്ന് മനസ്സിലാവാതെ മിറായി നിൽക്കുകയാണ്. കാരണം അവൾ വിചാരിച്ചേക്കുന്നത് ഇതൊരു അടിപൊളി ട്രിപ്പാണ്, ഇവരെന്തോ ഒരു സംഭവം പ്ലാൻ ചെയ്തിട്ടാണ് ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോകുന്നത്, എന്തോ ഒരു സംഭവം വലുത് നടക്കാനായിട്ട് പോകുന്നു. അപ്പോഴാണ് ഒരാൾ നടന്നു വരുന്നത്. അയാളുടെ കയ്യിലൊരു വടി. ഓ, ഈ വടി ഇനി സോഡാണോ, അതെടുത്ത് വീശി ഇനി മൈഗയിനെ ഉപദ്രവിക്കുമോ? മൈഗയാണെങ്കിൽ ഞേന്നിരിക്കുകയാണ്. ഇയാളൊന്നും പ്രതീക്ഷിക്കുന്നില്ലല്ലോ, കക്കാശി എന്താ അനങ്ങാത്തത്, പെട്ടെന്ന് തന്നെ ഞാൻ എന്തെങ്കിലും ചെയ്യണമെന്നും പറഞ്ഞ് എന്തിനാണ് ഇവരുടെ ഇടയ്ക്ക് കയറി നിന്ന് കൊളാക്കാണ്. ലൈക്ക് അയാളൊന്നും ചെയ്യുന്നില്ല, ആ പാവമൃദ്ധനായ മനുഷ്യൻ അതിലേ പോവുമായിരുന്നു. ഈ മിറായി ചുമ്മാ ഇവരുടെ ഇടയ്ക്ക് കയറിയെന്ന് ചുമ്മാ അവരെ മുമ്പ് ചളിച്ചു പോയി. നൈറ്റ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് മിറായിക്കുട്ടി ഇങ്ങനെ ഓവറായിട്ട് റിയാക്ട് ചെയ്യുന്നത്? നിങ്ങൾ എന്താ അതൊന്നും എക്സ്പെക്ട് ചെയ്യാത്ത? അങ്ങനെ ഒരു അറ്റാക്ക് വരാനായിരുന്നു. നിങ്ങൾ രണ്ടുപേരും വി അല്ലേ, എന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിച്ച് മിറായി നിൽക്കുകയാണ്. അങ്ങനെ അവർ വില്ലേജിലേക്ക് പോവാണ്. ചിലപ്പോൾ ഇങ്ങനെ കോമണേഴ്സ് ആയിട്ട് പോയിട്ടായിരിക്കും എസ് റാങ്ക് മിഷൻ ചെയ്യുന്നതെന്ന് പറഞ്ഞ് മിറായി സന്തോഷിക്കുകയാണ്. അവിടെ ചെല്ലുമ്പോൾ കുറാമ പാവയിരിക്കുകയാണ്. ഓ, എന്നാ എനിക്കിനി കുറാമ വേണമെന്നും പറഞ്ഞ് കക്കാശിയും, ഇല്ല നീയല്ല ഞാനേ എടുക്കുമെന്നും പറഞ്ഞ് മൈഗയും കൂടെ വഴക്കുണ്ടാക്കാണ്. ലാസ്റ്റ് അത് എടുക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ എടുക്കാൻ പറ്റിയില്ല, കാരണം ഉന്നം ശരിയായില്ല. അങ്ങനെ അവരവിടെ നിന്നും ഇറങ്ങി വില്ലേജിലേക്ക് പോവാണ്. വില്ലേജിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മളുടെ കക്കാശിയും മൈഗയും ആണെങ്കിൽ ഭയങ്കര കൂളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. വെക്കേഷൻ ട്രിപ്പിന് വന്നതുപോലെ തന്നെ നിൽക്കുകയാണ്. അപ്പം നമ്മളുടെ മിറായി പറയുന്നുണ്ട്, അങ്ങനെയല്ലേ നിങ്ങൾ വെക്കേഷൻ ട്രിപ്പിന് വന്നതുപോലെ നിൽക്കുന്നതെന്നാ, നമ്മളൊരു എസ് റാങ്ക് മിഷനല്ലേ വന്നേക്കുന്നതെന്ന്. ആര് പറഞ്ഞു നിന്നോട് എസ് റാങ്ക് മിഷൻ എന്ന രീതിയിലാണ് ഇവർ നോക്കി നിൽക്കുന്നത്? കാരണം ഇവർക്ക് ആ മട്ടൊന്നുമില്ല, ഇവർ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഒരറ്റാക്കും പ്രതീക്ഷിക്കാതെ പോലെ നിൽക്കുന്നത്. നമ്മളുടെ മിറായി വിചാരിച്ചേക്കുന്നത് ആരും ശ്രദ്ധിക്കരുതെന്ന് വിചാരിച്ചിട്ടാണ് കക്കാശി ചെയ്യുന്നതെന്നാണ്. അതായത് ഒരു പാവിനെ കിട്ടാതെ പോയത് ഉൾപ്പെടെ. അപ്പോഴത്തേക്കും മിറായുടെ കയ്യിലൊരു ഇത് കൊടുക്കുന്നുണ്ട്. അതിനകത്തൊരു നോട്ടുണ്ട്, ലൈക്ക് അവരെ പ്രൊട്ടക്റ്റ് ചെയ്ത് പിടിക്കണം, അതാണ് ഒരു സീക്രട്ട് സ്ഥലത്തേക്ക് പോകണമെന്നുള്ളത്. അങ്ങനെ ആ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സീക്രട്ട് ആയിട്ടുള്ള സ്ഥലം നമ്മളുടെ കക്കാശി തന്നെ കണ്ടുപിടിക്കുകയാണ്. അത് ഇച്ച ബുക്കിൻ്റെ ആ ഒരു സ്ഥലം ഉണ്ടാക്കിയില്ലേ നമ്മളുടെ ജിറയ്യ, ആ ഒരു സ്ഥലത്തിരുന്നാണ് ജിറയ്യ ബുക്ക് എഴുതുന്നത്. ആ സ്ഥലമാണിത്, അതാണിത്, അത് തന്നെയാണിത്, അത് തന്നെ, അത് മാറ്റാം
ഇല്ല എന്നും പറഞ്ഞ് അവിടെ കിടന്ന് ഭയങ്കര ബഹളം വയ്ക്കുകയാണ് കക്കാശി. എന്ത് ബുക്കായി ഇച്ച എന്താ അതിലുള്ള, ഞാൻ വായിച്ചിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ് മിറായി വരുമ്പോൾ നീ അതൊന്നും വായിക്കടാ, ഇത് ഞാൻ എഴുതിയ ബുക്കാണ്, അടിപൊളിയാണ്, എങ്ങനെ നമുക്ക് കാലില്ലാതെ ഫൈറ്റ് ചെയ്യാം, കൈയില്ലാതെ ഫൈറ്റ് ചെയ്യാം, നമ്മളങ്ങനെ പല രീതിയിൽ ഡയറ്റ് ചെയ്തുകൊണ്ട് ഫൈറ്റ് ചെയ്യാം, ഡയറ്റ് ചെയ്യാതെ ഫൈറ്റ് ചെയ്യാം എന്നൊക്കെ ഉള്ളൊരു ബുക്കാണ്, ഇത് വായിച്ചാൽ മതി എന്ന് പറഞ്ഞ് മൈഡ് അതെടുത്ത് മിറായി വിചാരിച്ചത് ആ ഒരു നോട്ടിൽ മിക്കവാറും ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇവരെ ആരും അറ്റാക്കാൻ വരുന്നു എന്നല്ലായിരിക്കും എന്നാണ്. പക്ഷേ ഇവരെ പ്രൊട്ടക്റ്റ് ചെയ്യുക ഒരു സീക്രട്ട് സ്ഥലം കണ്ടുപിടിക്കാറുണ്ട്, അത് എവിടെയാണെന്ന് നോക്കണമെന്ന് പറഞ്ഞതും കക്കാശി കണ്ടുപിടിച്ചതും ഒക്കെ ഒന്നിച്ചായതുകൊണ്ട് മിറായിക്ക് ഇപ്പോൾ ഒന്നും മനസ്സിലാവാതിരിക്കുക. അവനാണെങ്കിൽ ഹോട്ട് സ്പ്രിങ്ങിൽ കുളിക്കാമെന്നും പറഞ്ഞ് പോകാൻ നിൽക്കുക. ഇപ്പോൾ ഇവർ എന്താ ചെയ്യുന്നത്, ഇവർ ഒരു മിഷനല്ലേ വന്നേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അല്ല ഞങ്ങൾ വെക്കേഷനാണ് വന്നേക്കുന്നതെന്ന് പറയണേ. എന്ത് വെക്കേഷനോ, എന്താ അതെന്ന് പറഞ്ഞിട്ട് മിറായി ഞെട്ടുന്നുണ്ട്. എന്നാലും ആ ഒരു ഡ്യൂട്ടി ചെയ്യൽ വിടുന്നില്ല. ഇവർ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ മിറായി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ നിന്ന് നമ്മളുടെ മറ്റേ ബോളുണ്ടല്ലോ, മറ്റുള്ള സാക്കുറ ഉണ്ടാക്കുന്ന അത് കഴിച്ചുകൊണ്ടിരുന്ന് ഒബ്സർവ് ചെയ്യുകയാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ കക്കാശി അവിടത്തേക്ക് വരികയാണ്. പെട്ടെന്ന് കക്കാശി കാണാതായപ്പോൾ മിറായി ചുറ്റും നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ കക്കാശി പുറകിൽ വന്ന് നിന്ന് സംസാരിക്കുകയാണ്. അകത്ത് വന്ന് നില്ലേ, ഇവിടെ എന്തിനാ ഈ സാധനം ഉണക്കം ഉണ്ട ബോളൊക്കെ തിന്നുകൊണ്ടിരിക്കുന്നത്, അകത്ത് വന്ന് സെക്കമ്പറിയാണ് തിന്നൂടെയെന്ന്. ഇല്ല നിങ്ങൾ എന്താ ചെയ്യുന്നത്, ഒരു 2 ദിവസത്തെ മിഷന്. ഹൂ ടോൾഡ് യു 2 ദിവസം, ഇത് 22 ദിവസത്തെ മിഷനാണ് മോളെ, അതുകൊണ്ട് നീ കൂടെ വന്നൊന്ന് കഴിക്കുക. എന്ത് 22 ദിവസത്തെ മിഷനാ, അതെന്നോട് പറഞ്ഞതുമില്ല, എന്നോട് ഒരു എസ്റാങ് മിഷൻ എന്നാണ് പറഞ്ഞത്. അതൊന്നും എനിക്കറിയത്തില്ല, ഇത് ഞങ്ങൾ വെക്കേഷന് വന്നതാണ്, നീ ഒരു ബോഡി ഗാർഡ് പോലെയാണ്. എനിവേ നിങ്ങളെ വിളിച്ചിട്ട് വന്നതും കുഴപ്പമൊന്നുമില്ല. എനിവേ ഞാൻ എന്താ ചെയ്യാൻ പറയുന്നത്, 22 ദിവസം നീ ഞങ്ങളുടെ കൂടെ കാണും, ഞങ്ങൾ അത്രയും ദിവസം തിരിഞ്ഞ് മാറ്റി തിരിഞ്ഞ് നടക്കാൻ പോകണം, ഓരോ മിഷനും ഇല്ലെന്ന് പറയണം. മിറായിക്കാണെങ്കിൽ ഒന്നും പറയാനില്ല. പക്ഷേ നമ്മളെ കക്കാശ് ചോദിക്കുന്നുണ്ട്, ഈ ഒരു മിഷൻ കഴിഞ്ഞിട്ട് വില്ലേജ് ചെല്ലുമ്പോൾ നല്ല ഗത്തായിട്ട് ചെല്ലാം, ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു അത് ചെയ്തു എന്നൊക്കെ പറയാം, ഒരു എസ്റാങ് മിഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തെന്നൊക്കെ പറയാമെന്ന് പറഞ്ഞല്ലേ നീ വന്നേ, അതൊന്നും അല്ലേ നടക്കാതെ പോയെന്ന് പറയുമ്പോൾ മിറായി ഞെട്ടിപ്പോവാണ്. ഇത് തന്നെയാണ് അവൾ ഉദ്ദേശിച്ചത്, പക്ഷേ എസ്റാങ് മിഷൻ അല്ല എന്ന് കേട്ടതുമൊക്കെ ഇപ്പോഴും ഒട്ടും സഹിക്കാൻ വയ്യാത്തൊരു സംഭവമാണ്. എനിവേ ബേബി അതൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല, നീ അതൊന്നും ഓർക്കേ വേണ്ട, നമുക്ക് അകത്ത് വന്ന് ഫുഡ് കഴിക്കുക, നീ എൻജോയ് ചെയ്യേ. ഇതുപോലെ തന്നെ ആയിരുന്നു അസുമ, എല്ലാത്തിനും ഇങ്ങനെ ത്രിൽഡായിട്ട് എക്സൈറ്റഡ് ആയിട്ട് എല്ലാം ഇങ്ങനെ വലുതായിട്ട് കണ്ടുകൊണ്ടിരിക്കും. ഇങ്ങനെ സിമ്പിളായിട്ടുള്ള കാര്യം കൂടെ ചെയ്യ് എന്ന് പറയണം. ഹോട്ട് സ്പ്രിങ്ങിൽ കുളിച്ചിട്ടുണ്ടോ, ഒന്ന് പോയിട്ട് ഹോട്ട് സ്പ്രിങ്ങിൽ കുളിച്ചിട്ടൊക്കെ നോക്കുമെന്നും പറഞ്ഞിട്ട് അവളെ പറഞ്ഞു വിടുകയാണ്. അവിടെ ചെല്ലുമ്പോൾ മിറായുടെ ഭാഗ്യമൊക്കെ ഇടുന്ന ഹോട്ട് സ്പ്രിങ് അടച്ചേക്കാണ്. പിന്നെ അവർ നടന്ന് അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പോഴത്തേക്കും നമ്മളുടെ മിറായി ആണെങ്കിൽ ഇപ്പോൾ ഭയങ്കര ആഗ്രഹമാണ് അവൾക്കും ജോലിയായിട്ട് നിൽക്കണം എന്നൊക്കെ. അപ്പോൾ മൈക്ക് പറയുന്ന അടുത്ത് നമ്മളൊരു വില്ലേജിലേക്കാണ് പോകുന്നത്, അവിടെ ഒരു സൂപ്പർ ഫെസ്റ്റിവൽ ഉണ്ടെന്നൊക്കെയാണ് കേൾക്കുന്നത്, അവിടെ പോകണം, അതിനൊക്കെ നിൽക്കണം, അവിടെയും ഹോട്ട് സ്പ്രിങ് ഉണ്ടെന്നൊക്കെ പറഞ്ഞ് അവർ മുമ്പോട്ട് പോവാണ്. മിറായിക്കാണെങ്കിൽ മൈക്ക് പറഞ്ഞത് കേട്ടിട്ട് കിറുക്ക് കയറുകയാണ്. എന്നാലും ആ വില്ലേജിൽ പോകുമ്പോൾ കുറേ പേര് മാസ്ക് വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അടി കൂടുകയാണ്. ലൈക്ക് പൂച്ചയാണ് നല്ലത്, പട്ടിയാണ് നല്ലത്, പച്ചയാണ് നല്ലത്, പൂച്ചയാണ് നല്ലത്, അങ്ങനെ വഴക്ക്. നോക്കുമ്പോൾ ക്യാറ്റ് ഡോഗ് ഫെസ്റ്റിവലാണ്, അതായത് പൂച്ച പട്ടി ഉത്സവം, അങ്ങനെ ഒരു ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ സംഭവം എന്ന് വെച്ചാൽ ഇവിടെ ഒരു വലിയ സംഭവം നടന്നു, അത് നടുക്കൂടെ വരയൊക്കെ ഇട്ടേക്കുന്ന കാണുമ്പോഴേ കക്കാശി ഒന്നും കൂടെയൊക്കെ നോക്കുകയാണ്. ഒരു അപ്പുറത്തുള്ള ആൾക്കാർ പൂച്ച മാസ്ക്, ഇപ്പുറത്തുള്ള ആൾക്കാർ പട്ടിക്കുട്ടിയുടെ മാസ്ക്. അപ്പോൾ തന്നെ കക്കാശി കഥ പറയാൻ തുടങ്ങുകയാണ്. ലൈക്ക് പണ്ടൊരാൾ നടന്നു പോയി പട്ടി നിന്ന് കുറച്ചു ഓടിച്ചെന്ന് മാന്തി നോക്കി ഹോട്ട് സ്പ്രിങ് ഒന്ന് കണ്ടു. അങ്ങനെ അവിടെ ഹോട്ട് സ്പ്രിങ് ഫോം ആവുകയാണ്. അങ്ങനെ അവിടെ ആൾക്കാർക്ക് ഒരുപാട് ഹോട്ട് സ്പ്രിങ് ഉണ്ടായത് തന്നെ ആൾക്കാർ വന്ന് കുമിഞ്ഞുകൂടി നമ്മളുടെ ഡോഗ് കണ്ടുപിടിച്ച ഡോഗ് വില്ലേജും ഡോഗ് ഹോട്ട് സ്പ്രിങ്ങും ഒക്കെയും ആകുകയാണ്. അപ്പുറത്തെ കണ്ടിലെ ക്യാറ്റ്, അത് ഞാൻ പറയാമെന്ന് പറഞ്ഞ കക്കാശി വരുമ്പോൾ ഞാൻ പറയുമെന്ന് പറഞ്ഞ മൈക്ക് പറയണേ, പണ്ടൊരാൾ നടന്നു പോയി പൂച്ച നിന്ന് മ്യാവൂ. അപ്പോഴത്തേക്കും തന്നെ നമ്മളുടെ ഇവള് പറയാണ്, വേണ്ട എനിക്ക് മനസ്സിലായി, അവിടെ പൂച്ച മ്യാവൂ, മാന്തി നോക്കി ഹോട്ട് സ്പ്രിങ്. അങ്ങനെ അവരും കൂടെ അടിയായി. വാവ്, കറക്റ്റ്, എത്ര നന്നായിട്ട് പറഞ്ഞു എന്ന് മൈക്ക് പറയാണ്. പക്ഷേ ഇവർക്ക് മുകളിൽ ഒരുത്തനുണ്ട്. ഇവർ 2 പേരുടെയും പൂച്ചയുടെയും പട്ടിയുടെയും കോമ്പിനേഷൻ ഒരു ലോഡ്, അവൻ ഫയർ പോലാണെന്ന് പറയാം. ഇവർ 2 പേരും കൂടെ ആ ശക്തിയുടെ മത്സരം നടത്തും. അത് നമ്മൾ ഗുസ്തിയുടെ ഡ്രസ്സാണ്, അതിൻ്റേതായ പോരായ്മ ആ ഡ്രസ്സിനുണ്ട്. ലൈക്ക് അതാണ് കംഫർട്ടബിൾ. പക്ഷേ മിറായിക്ക് അത് കാണുമ്പോൾ ഒരുമാതിരി തോന്നുകയാണ്. അവളത് കണ്ടിട്ട് വാ ഞാനില്ലേ ഈ പരിപാടിക്കെന്ന് പറയാണ്. എന്നാലും ഇത് കണ്ടേ അടങ്ങോളെന്നും പറഞ്ഞ് നമ്മളുടെ കക്കാശിയും അതുപോലെ തന്നെ മൈഡ്ഗയും നിൽക്കുകയാണ്. നോക്കുമ്പോൾ അവിടെ എല്ലാ വില്ലേജേഴ്സും ഉണ്ട് ഇത് കാണാൻ. അങ്ങനെ ആൾക്കാരെല്ലാം കൂടി നിൽക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോയി നോക്കുമ്പോൾ അവിടെ വലിയൊരു ഡിബേറ്റ് നടക്കുകയാണ്. എന്താ സംഭവം, നിങ്ങൾ എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത്, നമുക്ക് പോയി നമ്മുടെ കാര്യം നോക്കിയാൽ പോലെയെന്ന് പറഞ്ഞ് നോക്കിയാൽ കിബയും അക്കമാറും നിൽക്കുന്നു. എല്ലാവരും ഉണ്ട്, അക്കമാറുണ്ട്, കിഡ്സും പുപ്പു എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മളുടെ അക്കമാറും കിബയും കൂടെ നിന്ന് വഴക്ക് കൂടാണ്. ഓപ്പോസിറ്റ് നിൽക്കുന്നത് കിബയുടെ ലവറായിട്ടുള്ള ടൊമാക്കിയാണ്. അവളുമായിട്ടാണ് വഴക്ക് തന്നെ. കാരണം എന്താണെന്ന് വെച്ചാൽ അവൾ പൂച്ച ഫാൻ, ഇവൻ പട്ടി ഫാൻ. ഈ വില്ലേജ് ആണെങ്കിൽ അറിയാലോ, പൂച്ചയാണ് ബെസ്റ്റ്, പട്ടിയാണ് ബെസ്റ്റ്, അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് ഭയങ്കര വഴക്ക്. അതെന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്,
അവരുടെ പേഴ്സണൽ കാര്യമാണ്, നമുക്ക് ഇടപെടേണ്ടെന്നും പറഞ്ഞ് കക്കാശി പോവാണ്. എന്നാലും ടൊമാക്കിയും കിബയും എന്തിനാ ഇങ്ങനെ വഴക്കിടുന്നതെന്നും പറഞ്ഞിട്ട് നമ്മളുടെ ആരുടെ വഴക്ക് ഞാൻ തീർത്തു കൊടുക്കുമെന്ന് മിറായി പറയാണ്. നിനക്ക് എവിടെ പോയാലും എന്തെങ്കിലും ഒരു ബിസിനസ് കാണുമല്ലോ, നീ ഓടോ യോർ ബിസിനസ് കണ്ണാന്നും പറഞ്ഞിട്ട് നമ്മളുടെ ആര് കക്കാശിയെ പറഞ്ഞുവിടാണ്. നീ എന്താന്ന് വെച്ചാൽ ചെയ്ത് തീർത്തിട്ട് പറഞ്ഞ മിറായി, യു ക്യാൻ ഡു ഇറ്റ് എന്നും പറഞ്ഞ് മൈറ്റ് ഗെയിം പറഞ്ഞുവിടാണ്. പെണ്ണിനെ കൊണ്ട് പറ്റുമോ എന്നിവർ നോക്കുന്നുണ്ട്. നമ്മളുടെ ടൊമാക്കിൻ്റെ അടുത്ത് പോയിട്ട് നമ്മളുടെ സംസാരിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും കപ്പിൾസ് അല്ലേ, പിന്നെ എന്തിനാ ഇങ്ങനെ വന്നതെന്ന്. ഞങ്ങൾ ഡേറ്റിന് വേണ്ടി വന്നതാ, പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സംഭവം. അവൻ ഡോഗിന് വേണ്ടി സംസാരിച്ചപ്പോൾ ഡോഗ്സിൻ്റെ ആൾക്കാരെല്ലാം അവനെ രാജാവിനെ പോലെ വാഴ്ത്തി. പിന്നെ ഗാറ്റ്സിനെയാണ് എനിക്കിഷ്ടം, അത് അവനും അറിയാം. അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നമ്മളത് ചെയ്തത്. പക്ഷേങ്കിലും അവൻ ഈ ഒരു ലെവലിൽ പോകുന്ന അറിഞ്ഞില്ല എന്ന് പറയാണ്. പിന്നീട് കിബയോട് പോയി സംസാരിക്കുമ്പോൾ ടൊമാക്കിയോട് ഒരു ദേഷ്യമില്ല കിബയ്ക്ക്. എന്നാലും ഡോഗിന് വിട്ട ഒരു കളിയില്ല, കാറ്റിനോട് ഒരു ഇതുമില്ല. അവൾ പറയുന്ന ഒന്നും സമ്മതിച്ച് കൊടുക്കാനും പോകുന്നില്ല. ഒരു രീതിയിലും മയം കാണിക്കത്തില്ല. മൈദാമാവെടുത്ത് മോന്തക്കടിച്ചാലും മയം കാണിക്കത്തേ ഇല്ലെന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു കത്ത് നമ്മളുടെ ആരോ ആയിക്കോട്ടെ, അങ്ങനെ മിറായി എഴുതിയിട്ട് കൊണ്ട് കൊടുക്കുന്നുണ്ട് നമ്മളുടെ ടൊമാക്കിക്ക് പറയുന്നത് ഇത് കിബ എഴുതിയതാണ്, അകമാറൂനൊക്കെ വെച്ച് എഴുതിയതാണ്. പക്ഷെ അതിനകത്ത് ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് പറയുന്നുണ്ട്, ലൈക്ക് നമ്മളുടെ നാരങ്ങ പോലത്തെ. നാരങ്ങ പ്രത്യേകിച്ച് പൂച്ചകൾക്ക് ഇഷ്ടമല്ല, അത് ഞങ്ങൾ സിട്രസ് ഫ്രൂട്ടാണ്. ഫ്രൂട്ട് സാധനം ഞങ്ങൾ കൂടുതലാണ്. അത് അവൻ മനഃപൂർവ്വം എഴുതിയാണെന്ന് പറഞ്ഞ് യുദ്ധം തന്നെ പ്രഖ്യാപിക്കുകയാണ്. കിബ രാജാവിനെ പോലെ വരുന്നു, ഇവള് റാണിയെ പോലെ വരുന്നു. രണ്ട് രാജ്യങ്ങളും നമ്മളെ ബൈറ്റോട് ബൈറ്റിന്. അങ്ങനെ നമ്മളുടെ എന്തെയാണ് നമ്മളുടെ കിബ പറയണം, മോളെ പെണങ്ങളെ നീ ഒന്നും പറയണ്ട എന്ന രീതിയിലൊക്കെ വരുമ്പോൾ ഇവൾ ഒരു വിധത്തിൽ നമ്മൾ ടൊമാക്ക് സമ്മതിച്ചു കൊടുക്കില്ല. അങ്ങനെയാണ് ആ ഒരു സമയത്ത് നമ്മളുടെ മിറായിക്ക് ഫയർ ആ ഒരു ഇടയിലുള്ള ഒരു ക്രിയേച്ചറിനെ ഓർമ്മ വരുന്നത്. ഗോഡ് അല്ലെങ്കിൽ ഡിവൈൻ എന്നൊക്കെ പറയുന്ന ആ ഒരു ഇതിനെ അതെങ്ങനെ ഇരിക്കുമെന്ന് ചോദിക്കുമ്പോൾ ഫയർ പോലെ ഇരിക്കും. ലൈറ്റർ ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് എടുത്തിട്ട് ഓടുകയാണ്. കാരണം ലൈറ്റർ എറിഞ്ഞിട്ട് അവളുടെ ഫയർ സ്റ്റൈലും വിൻ സ്റ്റൈലും യൂസ് ചെയ്ത് എന്ത് ചെയ്യണം, അതിനെ കൊണ്ടുവരാണ് കമ്പൈൻ ചെയ്തത്. ആർക്കും മനസ്സിലാവരുതേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെയുള്ള ജനങ്ങളെല്ലാം ലോർഡ് ദൈവം വന്നു എന്ന് പറയണം. ഓക്കെ, കത്തി എല്ലാവർക്കും കത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് അത് സംസാരിക്കുന്ന പോലെ സംസാരിക്കുകയാണ്. ഞാൻ ഈ ഒരു സ്ഥലം പണിഞ്ഞത് തന്നെ പൂച്ചകൾക്കും പട്ടികൾക്കും സമാധാനമായിട്ട് ജീവിക്കാനാണ്. ആരാണ് എൻ്റെ ഒടയന്മാരെ വെച്ചിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കുന്നത്? ആരും ഒരിക്കലും ഫൈറ്റ് ചെയ്യരുതെന്നൊക്കെ പറയുമ്പോൾ തന്നെ അവരെല്ലാവരും ജനങ്ങളെല്ലാം കോളായി. മൈക്ക് ചാടിപ്പോയി, അയ്യോ ഞാൻ നിൽക്കുന്നിടത്തൊരു മോൺസ്റ്ററോ എന്നും പറഞ്ഞിട്ട് അടി. അങ്ങനെ നമ്മളുടെ മൈക്ക് അടി കൂടുമ്പോഴത്തേക്കും നമ്മളുടെ മകിമോ മിറായി ആണെങ്കിൽ ഇയാളെ ഞങ്ങൾ എടുത്തെറിയണം എന്ന രീതിയിൽ നിൽക്കുകയാണ്. മൈഡ്ഗയുടെ കാലൊക്കെ കത്തിപ്പിടിക്കുകയാണ്. കാരണം ഫയർ സ്റ്റൈലാണ് ഓൾറെഡി യൂസ് ചെയ്തേക്കുന്നത്. അങ്ങനെ അവിടെ വലിയൊരു സ്ഫോടനം തന്നെ നടക്കുകയാണ്. മഴ പെയ്തതുപോലെ ആവാണ്. നമ്മുടെ മൈഡ്ഗയുടെ പവർ കണ്ടും ദൈവം വന്നു എന്ന് വിശ്വസിച്ചും ജനങ്ങൾ ഭയങ്കര സന്തോഷത്തിലാവാണ്. അതുമാത്രമല്ല മൈഡ്ഗെ വിചാരിക്കുന്നത് അത്രയും വലിയൊരു മോൺസ്റ്ററിനെ താൻ ഒറ്റയ്ക്ക് ഡീൽ ചെയ്തു എന്നാണ്. ലൈറ്റർ ആരും കാണുന്നില്ല എന്ന് വിചാരിക്കുകയാണ്. എന്നിട്ട് നമ്മളുടെ കിബയും അതുപോലെ തന്നെ ടൊമാക്കിയും ഒന്നിച്ച് പോവുകയാണ് അവിടെ നിന്നും. ഇനി അങ്ങനെ ഒരു പ്രശ്നമേ ഉണ്ടാക്കൂല. രണ്ടുപേരും രണ്ട് മൃഗങ്ങളും ബെസ്റ്റാണെന്ന രീതിയിൽ പറയണം. ആ ഒരു പ്രശ്നം തീർന്നതിൽ ഇവളും ഹാപ്പിയാണ്. അങ്ങനെ ഹോട്ട് സ്പ്രിങ്ങിൽ കുളിക്കാനായിട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ നമ്മളുടെ കക്കാശി ആണെങ്കിൽ നിൻ്റെ പ്രശ്നമെല്ലാം തീർന്നല്ലോ, നിൻ്റെ കൃമികടി എല്ലാം തീർന്നല്ലോ, എന്തായാലും അസുമയുടെ അതേപോലെയാണ് നീ കേട്ടോ. കാരണം അവനാണ് ഇത്രയും നന്നായിട്ട് ഫയർ യൂസ് ചെയ്യുന്നത്. എനിക്ക് നീ അത് യൂസ് ചെയ്തപ്പോൾ അവനെ ഓർമ്മ വന്നു. നിൻ്റെ അമ്മയുടെ പോലെ ആ ഒരു ഗെഞ്ചിറ്റ്സും അസുമയുടെ പോലെ ഫയറും യൂസ് ചെയ്താൽ എത്ര ഭംഗിയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പോവാണ്. അങ്ങനെ നമ്മളുടെ മൈഡ്ഗൈനെ എടുത്തിട്ട് കുളിക്കാനായിട്ട് നമ്മുടെ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോവാണ്. ഇവൾ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ നമ്മളുടെ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോകാനായിട്ട് അവൾ പോവുകയാണ്. എന്നാലും അസുമേനെ പറ്റിയിട്ടുള്ള കൂടുതൽ അറിയാനായിട്ട് ഒരാഗ്രഹം. പിന്നെ നമ്മൾ ടെൻറ്റനെയും മിറായിയും കാണിക്കുകയാണ്. അവർ രണ്ടുപേരും കൂടെ ഹോട്ട് സ്റ്റീം ബാത്ത് എത്തോണ്ടിരിക്കുകയാണ്. അപ്പം ടെൻറ്റൻ പറയാണ്, നീ ഇപ്പോൾ പേടിക്കൊന്നും വേണ്ട, നിൻ്റെ കൂടെ നിൽക്കുന്ന രണ്ട് സ്ട്രിക്റ്റ് ആയിട്ടുള്ള സാരന്മാരാണ്. എന്നാൽ തന്നെയും മൈറ്റ് ഗൈക്ക് ഒരു പ്രശ്നമുണ്ട്. എന്താന്ന് വെച്ചാൽ എന്ന് പറയുമ്പോൾ മൈറ്റ് ഗൈ ഭയങ്കരമായിട്ട് വിളിക്കുകയാണ്. ഇത് അത് തന്നെയെന്ന് പറഞ്ഞ് ടെൻറ്റൻ ഇരിക്കുകയാണ്. എന്താ സംഭവം എന്ന് നോക്കിയാൽ മൈറ്റ് ഗൈ പ്രേതം എൻ്റെ അടുത്ത് വരരുത് എന്ന് പറഞ്ഞിട്ട് കിടന്ന് കരയാണ്. അയ്യോ എന്താ പറ്റിയെന്ന് നോക്കിയാൽ അവിടെ കുറേ ടാക്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചിരുന്നു, അതൊക്കെ കീറിപ്പോയി. ഇപ്പോൾ ഇവരിങ്ങോട്ട് വരുന്ന വഴി ഒരുപാട് പ്രതിമ നിൽക്കുന്ന ഒരു സ്ഥലമെത്തുമ്പോൾ നമ്മളുടെ ടെൻറ്റൻ പറയാണ് മൈറ്റ് ഗൈക്ക് പ്രേതങ്ങളെ ഭയങ്കര പേടിയാണ്. മൈറ്റ് ഗൈ കള്ളം പറയാറില്ലെന്ന്. ഇവരിപ്പോൾ മൈറ്റ് ഗൈയുടെ റൂമിനടുത്ത് എത്തിയിട്ടുണ്ട്. മൈറ്റ് ഗൈ നല്ല രീതിയിൽ കെയർ ചെയ്ത് വെച്ചേക്കാണ്. അവിടത്തേക്ക് നമ്മളുടെ കക്കാശി വരികയാണ്. കക്കാശി വന്ന് ടോർച്ച് അടിച്ച് ഇവരെ കൂടെ പേടിപ്പിക്കുകയാണ്. എന്നിട്ട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ ബഹളം കേട്ടത്, ഞാൻ കുളിക്കാൻ പോയേക്കുമായിരുന്നു എന്ന്. അപ്പോൾ ടെൻറ്റൻ പറയാണ് പ്രത്യേകിച്ച് ബഹളമൊന്നുമില്ല, മൈറ്റ് ഗൈ പ്രേതത്തിനെ കണ്ടു എന്ന്. അപ്പോൾ നമ്മളുടെ മിറായി പറയാണ്
ഏയ് അങ്ങനെയൊന്നുമില്ല, എന്തോ കണ്ട് പേടിച്ചു എന്ന്. അപ്പോഴത്തേക്കും ടെൻറ്റൻ പറയണം അത് പ്രേതം തന്നെയാണ്. അപ്പം മിറായി പറയണ പ്രേതം ഒന്നൊന്നുമില്ല, നമ്മൾ കണ്ടിട്ടില്ലല്ലോ, അപ്പോൾ അങ്ങനെ പറഞ്ഞു എന്ന് കേട്ടിട്ട് അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ടെൻറ്റൻ പറയണത് ആ പ്രതിമ കണ്ടോ, അതിന് തന്നെ ഒരു വ്യത്യാസം. അപ്പോൾ മൈറ്റ് ഗൈ കണ്ടത് പ്രേതം തന്നെയാണ്. അപ്പോൾ മൈറ്റ് ഗൈയും ഇവിടെ നിന്ന് പ്രേതം പ്രേതം എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും മിറായി പറയാണ് അങ്ങനെയൊന്നും വരാനേ സാധ്യതയില്ല, ഞാൻ അവിടെ ഫുൾ അരിച്ചു പറക്കിയെന്നും പറഞ്ഞ് പേടിപ്പിച്ച് ഇടിച്ച് ഭിത്തിയൊക്കെ പൊളിക്കുകയാണ്. അപ്പോൾ ടെൻറ്റൻ പറയാണ് അങ്ങനെ ആണേൽ കാണൂല എന്ന രീതിയിൽ പറയുമ്പോൾ നമ്മളുടെ കകാശി പറയണം എനിക്ക് ദേ ഈ മുട്ട അവിടെ നിന്ന് കിട്ടിയതാണ്. മിറായി പറയണ അയ്യോ ഞാനിത് റൂമിലേക്ക് നോക്കിയപ്പോൾ കണ്ടില്ലല്ലോ എന്ന്. അപ്പോഴത്തേക്കും ടെൻറ്റൻ പറയാണ് കണ്ടോ ഇതുപോലെ കാണാത്ത പലതും ആ റൂമിലുണ്ട്, ഇങ്ങനെയാണ് പ്രശ്നങ്ങൾ തുടങ്ങുന്നത്, പ്രേതം തന്നെയാണത്, ഇത് നോക്കിക്കോ വലിയ പ്രശ്നമാവുമെന്നും പറഞ്ഞ് ടെൻറ്റൻ ചോദിക്കുകയാണ്. മൈറ്റ് ഗൈ കള്ളം പറയാറില്ലല്ലോ കക്കാശിയും ചോദിക്കുമ്പോൾ ഇല്ലെന്ന് പറയാണ്. ഉടനെ മിറായി പറയാണ് ഇല്ല ഞാൻ ഇതിനൊരു പരിഹാരം കൊണ്ടുവരുമെന്ന്. അങ്ങനെ ആ ഒരു ഹോട്ടൽ അല്ലെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ ആ ഒരാളെ പോയി കാണാണ്, അതായത് ആ ഒരു അക്കൗണ്ടൻറ്റ് പോലത്തെ പെണ്ണില്ലേ, അവളെ പോയി കാണുമ്പോൾ അവൾ ആദ്യം ഒന്നും പറയുന്നില്ലെങ്കിലും നിങ്ങൾ അത് കേട്ടോ അറിഞ്ഞോ ഓ എന്ന് പറയാണ്. അതായത് അപ്പോൾ ടെൻറ്റൻ ചോദിക്കുകയാണ് എന്താ പ്രശ്നം, നിങ്ങൾ പറ, എന്താ പറയാൻ പോണേ പറ, ഞങ്ങൾ ഷിനോബീസാണ് അതാണ് ഇതാണെന്നൊക്കെ പറയണം. അപ്പോഴത്തേക്കും മിറായി പറയണം അതെന്തിനാ പറയാൻ പോയി എന്ന്. എന്നാലും അതൊക്കെ പറഞ്ഞത് ഇരിക്കട്ടെ എന്നും പറഞ്ഞിട്ട് വിളിച്ചുകൊണ്ട് പോയിട്ട് കഥ പറയണം. ലൈക്ക് ഇവിടെ ഒരു ആർമർ ഇട്ട ഒരു പ്രേതം ഉണ്ട് അത്രേ, പറകിൽ ഫയറൊക്കെ കത്തിച്ച് ഒരു സോഡൊക്കെ ആയിട്ട് വന്ന ആൾക്കാരെ പീഡിപ്പിക്കുന്ന ഒരു പ്രേതം. അത് കാരണം ഈ ഒരു ഹോട്ടലിലെ ആൾക്കാർ വരാറില്ലായിരുന്നു. അങ്ങനെ ഹോട്ട് സ്പ്രിംഗ് ബാത്ത് എടുക്കാൻ വരാത്തത് കൊണ്ട് ഇവർക്ക് നഷ്ടം. സോ അവർ മന്ത്രവാദമൊക്കെ ചെയ്താണ് അതിനെ ഒഴിപ്പിച്ചത്. പിന്നീട് ഹോട്ടലിലെ ഷെഫിനെ പോയി കാണാണ്, അയാളും പറയാണ് ഇയാൾ വെക്കുന്ന ഫുഡ് കാണാനില്ല. ലോണ്ട്രിയിൽ അവിടെ പെണ്ണിനെ പോയി കാണാണ്, അവളും ഇതുപോലെ പറയാണ്. ഗാർഡൻ ഏരിയ അവിടുത്തെ പോയി കാണാണ്, അയാളും ഇതുപോലെ പറയാണ്. ലൈക്ക് അവിടെ എല്ലാവരുടെ എന്തോ ഒരു അൺയൂഷ്വൽ, ഇവിടെ അവരറിയാത്ത ഒരാളുടെ പ്രസൻസ് ഉള്ളതുപോലെ. അപ്പോൾ മിറായി പറയാണ് ആരോ മനഃപൂർവ്വം ചെയ്യുന്നതാണ്, വേറൊന്നുമില്ലെന്ന്. ടെൻറ്റൻ പറയാണ് ദേ ഈ പ്രതിമ കണ്ടോ, ഇതിൻ്റെ കാൽഭാഗം ഭയങ്കര സ്ട്രോങ്, അതും ഇത് മാത്രം ഫുൾ സ്റ്റോൺ വെച്ചുണ്ടാക്കിയേക്കുന്നു, ഇത് തന്നെ എന്തോ പ്രശ്നമുണ്ട്, ഇയാളുടെ പ്രേതമായിരിക്കും വന്നുകൊണ്ടിരിക്കുന്നതെന്ന്. മിറായോട് ഇത് അടിച്ചു പൊട്ടിക്കാൻ പറയാണ്. കാരണം അവളുടെ കയ്യിലിരിക്കുന്ന നമ്മളുടെ വിൻഡ് ബ്ലേഡ് ഇല്ലേ അത് യൂസ് ചെയ്തിട്ട് അത് ചെയ്യാനായിട്ട് ഇവർക്ക് അറിയത്തില്ല എന്ന് പറയുമ്പോൾ ഈ അറിയത്തില്ലേ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പറയാണ് ഇത് അത്ര എളുപ്പം പഠിക്കുന്ന കാര്യമല്ലോ, നിനക്ക് ടൂൾസിനെ പറ്റിയൊക്കെ അറിയുന്നതല്ലേ, പിന്നെ നീ ഇതിനെ എങ്ങനെയൊക്കെ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ അവർ രണ്ടുപേരും കൂടെ അടി. അപ്പോഴാണ് മൈറ്റ് ഗൈ എഴുന്നേക്കുന്നത്, കകാശി ഇവരെ വിളിക്കുകയാണ്. വിളിച്ചതും ടെൻറ്റൻ പോയിട്ട് പ്രേതത്തിനെ കണ്ടില്ലേ, അങ്ങനത്തെ പ്രേതം ഇങ്ങനത്തെ പ്രേതം ഇത്ര പൊക്കം എന്നൊക്കെ പറയാണ്. ഇത് ആരെ കൊണ്ടുവന്ന് വെച്ചാൽ നിങ്ങളിത് കഴിച്ചായിരുന്നോ, മുട്ടയല്ല അത് ബണ്ണാന്ന് തോന്നുന്നു, അത് കഴിച്ചായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ പ്രേതത്തിനെയും കണ്ടില്ല, എനിക്ക് പ്രേതത്തിനെ പേടിയില്ല, ഞാൻ ആരെയും കണ്ടിട്ടില്ല, ഞാൻ പേടിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ മൈറ്റ് ഗൈ ഭയങ്കര സ്പീഡിൽ ഇതുപോലെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. ഇവർ എന്ത് ചോദിച്ചാൽ ഇതാണ് പറയുന്നത്. ഇല്ല നീ 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 എന്താ ചെയ്യാൻ പോയ കക്കാശിന്ന് ചോദിക്കുമ്പോൾ ഞാൻ കുളിക്കാൻ പോയതാ, എന്നാ വേണ്ട നമുക്ക് ടേബിൾ ടെന്നീസ് കളിക്കാമെന്ന് പറയാണ്. എന്നും പറഞ്ഞ് തലകുത്തനെ നിന്നിട്ട് നടന്നു പോവാണ്. ഇങ്ങനെ തലകുത്തനെ രാത്രി നിന്നൂടെന്നല്ലേ മൈറ്റ് ഗൈ പറയുന്നത്, ഇപ്പോൾ എന്തിനാ നിൽക്കുന്നതെന്ന് ചേട്ടൻ ചോദിക്കുമ്പോൾ ഞാൻ പല സമയത്ത് പലതും ചെയ്യും, എക്സർസൈസ് ചെയ്യാൻ സമയമില്ല, കാലമില്ല, നേരമില്ല, ഒന്നുമില്ല, ബാ കക്കാശി പോയി അത് ചെയ്യാമെന്ന് പറയുന്നത്. കുളിക്കാൻ പോകണമെന്ന് പറയുമ്പോൾ നിനക്ക് അവിടെ നിന്നും കുളിക്കുക, ഇവിടെ നിന്നും കുളിക്കുക, ഇവിടെ നിന്ന് വേണം കുളിക്കുക, എൻ്റെ കൂടെ കളിച്ചിട്ട് വേണം കുളിക്കുക, എന്തിനു വേണോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിച്ച് കക്കാശിനെ വിളിച്ചുകൊണ്ട് പോകാൻ നോക്കുകയാണ്. എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്തോ അൺയൂഷ്വൽ ആയിട്ടുണ്ടെന്നും പറഞ്ഞ് ടെൻറ്റൻ നിൽക്കുമ്പോൾ അത് നമ്മളുടെ ടെൻറ്റൻ മിറായോടും പറയണം, അവളും പറയണം എന്തോ ഉണ്ട്. അപ്പോൾ ടെൻറ്റൻ പറയാണ് ഞാൻ ഇതിനൊരു പരിഹാരം കൊണ്ടുവന്നിരിക്കുമെന്ന്. എന്നിട്ട് നമ്മളുടെ മിറായിനെ കൂടെ വിളിച്ചുകൊണ്ട് പോവാണ് റഫറി ആയിട്ട്. എന്നിട്ട് ഇവർ കളിക്കുകയാണ്, അവിടെ ഇവിടെയൊക്കെ അടിച്ച്. മിറായി ആണെങ്കിൽ ഇവിടെ ഒന്നും അല്ല ശ്രദ്ധ, അവൾ ഈ ബോൾ പോകുന്നത് ശ്രദ്ധിക്കുന്നുണ്ടെങ്കിലും അവൾ ആലോചിക്കുന്നത് ഇനി അങ്ങനെ ഒരു പ്രേതം ഉണ്ടോ, ഈ ഒരു സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ കൃത്യമായിട്ട് അവളൊന്ന് ഓർത്ത് നോക്കണോ, ആ ലൊക്കേഷൻ വെച്ച് ആരെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടോ, അതോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടോ എന്നൊക്കെയാണ്. ലാസ്റ്റ് മൈറ്റ് ഗൈ അടിയാവുകയാണ് അവിടെ ആര് ജയിച്ചു എന്നും പറഞ്ഞ്. അപ്പോൾ ഇവളോട് ചോദിക്കുമ്പോൾ ഇവൾക്ക് അറിയത്തില്ല. കക്കാശി പറയുന്നു ഞാൻ അങ്ങനെ അടിച്ച് വിട്ടിട്ടില്ല, നീ അല്ലേ തട്ടിയ ബോൾ തട്ടിയെടുത്ത് അടിച്ചു വെച്ചത്, അങ്ങനെ ഞാൻ അടിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ഇല്ല നീ അടിച്ചു ഞാൻ ജയിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ മൈറ്റ് ഗൈ ബഹളം വെക്കുകയാണ്. അപ്പോഴത്തേക്കും മിറായി ആണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കുന്നില്ലെന്ന് കക്കാശി മനസ്സിലാക്കിയിട്ട് എന്നാ നീ ജയിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം തിരക്കുമ്പോൾ അവൾ പറയാണ് അതായത് ഇങ്ങനെ പ്രേതം ഉണ്ടോ എന്ന് പറഞ്ഞാൽ അസുമ എന്നെ കാണാൻ വരേണ്ടതല്ലേ, വന്നില്ലല്ലോ, അപ്പോൾ പ്രേതമൊന്നുമില്ല, അങ്ങനെയൊന്നും ഇല്ലെന്ന് ഞാൻ തെളിയിക്കും. അപ്പോൾ അത് കേൾക്കുമ്പോൾ കകാശിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആവുകയാണ്. കാരണം അങ്ങനെ
അങ്ങനെയാണെങ്കിൽ അവൾ പറഞ്ഞാൽ ശരിയല്ല, നീ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് കക്കാശി പോവാണ്. അപ്പോൾ ആ ഒരു ബോൾ തറയെ പോവാണ്. അത് ഉരുണ്ട് ഒരു സ്ഥലത്തേക്ക് ഒറ്റയ്ക്ക് പോവാണ്. അവിടെ പോയി മിറായെ പരിശോധിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് മിറായി ആ ഒരു വലിയ പ്രതിമയില്ലേ സ്റ്റോൺ വെച്ച് മൊത്തം ഉണ്ടാക്കിയെന്ന് നമ്മളുടെ ടെൻറ്റൻ പറഞ്ഞ അതിൻ്റെ താഴത്തിരിക്കുന്നതാണ്. അവിടത്തേക്ക് മൈറ്റ് ഗെയും കക്കാശിയും വരുമ്പോൾ മൈറ്റ് ഗെയിനോട് എന്തോ പറയാൻ വരാണ് നമ്മളുടെ മിറായി. അപ്പോൾ മൈറ്റ് ഗെയുടെ പുറത്ത് ബ്ലഡ് വീഴാണ്. നോക്കുമ്പോൾ ടെൻറ്റനെ കണ്ട് പ്രേതമാണെന്ന് വെച്ച് പേടിക്കുകയാണ് മൈറ്റ് ഗെയിൻ നല്ല രീതിയിൽ. വേറെ ആരും പേടിക്കത്തില്ല, മൈറ്റ് ഗെയിൻ മാത്രം. അപ്പോഴത്തേക്കും എന്ത് ചെയ്യാണ്, അതിനുള്ളിൽ നിന്നും പുക വരാണ് ആ ഒരു പ്രതിമയ്ക്കുള്ളിൽ നിന്നും. പെട്ടെന്ന് നമ്മളുടെ മിറായി എന്ത് ചെയ്യുന്നുണ്ട്, അവളുടെ കയ്യിലിരിക്കുന്ന നമ്മളുടെ വെപ്പൺ യൂസ് ചെയ്ത് കൃത്യമായിട്ട് ഷാർപ്പായിട്ട് വെട്ടി ആ പ്രതിമ രണ്ടാക്കി വീഴ്ത്തുന്നുണ്ട്. അത്രയും സ്ട്രോങ് ആയിട്ട് അവൾ അത് യൂസ് ചെയ്യുമെന്ന് അവിടെ നിൽക്കുന്ന ആരും വിചാരിച്ചില്ല. നമ്മളുടെ മൈറ്റ് ഗെയിൻ കണ്ടതുമില്ല. അതേ സമയത്ത് അവിടെ നിന്നും അവൾ ഒരു പെങ്കൊച്ചിനെ കണ്ടുപിടിച്ചിട്ടുണ്ടായിരുന്നു. ഇവൾ അവിടെ ഒളിച്ചിരിക്കുമായിരുന്നു കേട്ടോ. അതെങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാൽ ആ ഓരോ സ്ഥലത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന അടുക്കള ആയിക്കോട്ടെ, ആ ഒരു അക്കൗണ്ടിങ് ഏരിയ ആയിക്കോട്ടെ, എല്ലായിടത്തുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു അണ്ടർഗ്രൗണ്ട് പാത്ത് പോകുന്നുണ്ടായിരുന്നു. അതെല്ലാം മറച്ചു നമ്മളുടെ മിറായി. എന്നിട്ട് എന്ത് ചെയ്തു, പുക കയറ്റി വിട്ടു. ആ പുകയുടെ ഇത് കാരണമാണ് ഈ പെങ്കൊച്ച് പുറത്ത് കഴിയത്. ആ പുകയാണ് ഈ ഒരു പ്രതിമയുടെ അടിയിൽ കൂടെ അവൾ കണ്ടുകൊണ്ടിരുന്നത്. ഇവർ കണ്ട് പേടിച്ചു പോയത്. നമ്മളുടെ മൈഗ്രൈനെ പഠിപ്പിച്ച ടെൻഷനാണ്. അത് പറഞ്ഞ് മിറോയും അതുപോലെ തന്നെ നമ്മളുടെ കക്കാശും ചിരിക്കുന്നുണ്ട്. അപ്പം ഈ കൊച്ചിനെ പിടിച്ചിട്ട് പോലീസെ ഏൽപ്പിക്കാവുന്ന രീതിയിലാണ് കക്കാശി പറയുന്നത്. അപ്പോൾ അവൾ പറയുന്നുണ്ട്, ഇല്ല അങ്ങനെ ചെയ്യരുത്, കഥ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് പറയാണ്. അതായത് ഈ കുട്ടിയുടെ അമ്മ മരിച്ചു പോയതിനാണ്. അപ്പോൾ ആ ഒരാളെ കാണാനായിട്ടാണ്, അല്ല ആ ഒരു ഓർമ്മ കിട്ടാനായിട്ടാണ് ഞാൻ വന്നതെന്ന്. അപ്പോൾ ഇവർക്ക് മനസ്സിലാവുന്നില്ല എന്താണെന്ന് ഉദ്ദേശിക്കുന്നത്. അതായത് അവർക്ക് ഹോട്ട് സ്പ്രിങ് ഭയങ്കര ഇഷ്ടമാണ്. സീക്രട്ട് ഹോട്ട് സ്പ്രിങ് എന്നൊരു സ്ഥലമുണ്ട്, അത് സീക്രട്ടാണ്. ഓക്കെ, അപ്പോഴത്തേക്കും ഹിഡൻ ആണ്, സീക്രട്ട് ആയിട്ടുള്ള ആ ഒരു സ്ഥലത്ത് പോകണം. അവിടെ ഏതാണ് ആ സ്ഥലം എന്ന് അറിയാൻ വയ്യാതെ ഈ കൊച്ച് തിരക്കി നടക്കുകയാണ്. അപ്പോൾ അതാണ് സംഭവം എന്നൊക്കെ പറയുമ്പോൾ മിറായ്ക്കും ഭയങ്കര സങ്കടം. കാരണം അസുമേനെയും ഇതുപോലാണല്ലോ മിറായ്ക്ക് മിസ് ചെയ്യുന്നത്. അതുകൊണ്ട് ഇവളുടെ ചിലവെല്ലാം ഞാൻ നോക്കിക്കോളാം, പ്ലീസ് കക്കാച്ചി ഇത് കൊണ്ടുപോവാന്ന് ചോദിക്കാണ്. അപ്പോൾ കക്കാശി പറയണം ഓക്കെ കൊണ്ടുപോവാം എന്ന് പറഞ്ഞിട്ട് കക്കാശിയും അതുപോലെ തന്നെ മൈറ്റ് ഗെയും സമ്മതിക്കാണ്. അങ്ങനെ കൊണ്ടുപോവാണ്. അടുത്ത ദിവസം ഇറങ്ങാൻ നേരത്തെ ടെൻഷൻ ആണെങ്കിൽ എന്നാലും മൈറ്റ് ഗെയ് ഞാനടുത്തും പണയൂല എന്ന് പറഞ്ഞിട്ട് കളിയാക്കാണ്. മൈറ്റ് ഗെയ് പറയുന്നത്, ഞാൻ നിന്നെ കണ്ടല്ല പേടിച്ചത്, നിന്റെ പുറക്കിൽ ഒരു രൂപം ഉണ്ടായിരുന്നു, അതിനെ ഞാൻ മുന്നേയും കണ്ടിട്ടുണ്ട്. എന്ത് രൂപം, ഏത് രൂപം എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യം അതിനെ തെളിച്ചമില്ലാതെ വെളിച്ചത്തില്ലാതെയാണ് കണ്ടത്. പക്ഷെ അതൊരു ചിമ്മിനിയൊക്കെ കത്തിച്ചായിരുന്നു വന്നതും, നീല ചിമ്മിനി. അപ്പോഴത്തേക്കും അവിടെ കക്കാശിയെ നോക്കുമ്പോൾ അവൻ ഭയങ്കര ഉറക്കം. അതൊരു രാത്രിയായിരുന്നു, ആദ്യം ഇവർ ഉറങ്ങിയ ആ രാത്രി. ഇത് ഞാൻ കണ്ടത് ഒരു ആർമറിട്ട വാളും കൊണ്ടുവന്ന, പരിചയം കൊണ്ടുവന്ന, ലൈറ്റും കത്തിച്ച് നീല ചിമ്മിനിയും കൊണ്ടുവന്ന ഒരു പ്രേതത്തിനെ തന്നെയാണെന്ന് പറയണം. ഇത് കേട്ടതും ടെൻറ്റനും അവിടെ ഉണ്ടായിരുന്ന ഷെഫും ആ പെണ്ണും എല്ലാവരും ഞെട്ടാണ്. കാരണം ഈ സാധനം മൈറ്റ് ഗെയ്ക്ക് അറിയത്തോലുമില്ല. എന്നിട്ട് മൈറ്റ് ഗെ കറക്റ്റായിട്ട് അതിൻ്റെ രൂപം പറഞ്ഞു. ഇത് ഇവിടെ ടാക്സ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു അവർ പറയുമ്പോൾ അത് ഞാൻ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു സേഫ്റ്റി മെഷേഴ്സിന് വേണ്ടി. ഇനി പേപ്പർ ബോംബാണോ എന്ന് വിചാരിച്ചെന്നാൽ പിടിച്ചോ ഞാൻ തരാമെന്നും പറഞ്ഞിട്ട് ഇപ്പോൾ എടുത്ത് കൊടുക്കുകയാണ്, ഇനി കൊടുത്താൽ മതി എന്ന് കക്കാശിയും മുഖത്ത് കാണിക്കുകയാണ്. അങ്ങനെ ആ ചാപ്റ്റർ ക്ലോസ് ചെയ്തതിന് ശേഷം ഷിക്കബാറുടെയും അസുമേനെയാണ് കാണിക്കുന്നത്. അവർ ഷോക്കി കളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അസുമ പറയുന്നുണ്ട്, അതായത് കിങ് എന്ന കോയിനാണ് നമ്മളുടെ ഇതിലെ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ള കോയിൻ. ഷോക്കിയിൽ അപ്പുറത്തെ ടീമിലെ ആൾക്കാർ കിങ്ങിനെ തട്ടിയെടുക്കാൻ നോക്കും. നമ്മൾ അവസാനം വരെയും ബാക്കി എത്ര കോയിൻസിനെ വെല്ല് വെച്ചാലും ചെക്ക് വെച്ചാലും കിങ്ങിനെ പ്രൊട്ടക്ട് ചെയ്യണം എന്ന്, അത് നിനക്കൊരു ദിവസം മനസ്സിലാവും എന്ന് ഇപ്പോൾ ഷിക്കഡായിരുന്ന് ആലോചിക്കുകയാണ്. ആർക്ക്, മിറായിക്ക്. അപ്പോഴത്തേക്കും അവർ ആ ഒരു പെങ്കൊച്ചിനെ കൊണ്ട് ഇപ്പോൾ നടന്നു പോവാണ്. അപ്പോൾ നമ്മളുടെ കക്കാശി പറയാണ് എത്രയും പെട്ടെന്ന് ആ സ്ഥലത്ത് എത്തിച്ചേരും, പക്ഷെ അവിടെ ഇത് എവിടെ ഉള്ളതെന്നൊന്നും അറിയത്തില്ല. ഇപ്പോഴും ആൾക്കാർ സംസാരിക്കാറില്ല, എന്നാലും അവിടുത്തെ വെള്ളം അത്രയും പ്യുവറാണെന്നും നല്ലതാണെന്നും കേട്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് പോവാണ്. അപ്പോൾ ആ പെങ്കൊച്ചിൻ്റെ ബാഗിൽ അമ്മയുടെ ഫോട്ടോ ഇരിക്കുന്ന കാണുന്ന നമ്മളുടെ മിറോയ് അതിനെപ്പറ്റി തിരക്കുന്നുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ ഒരു പ്രശ്നം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങുമ്പോൾ തന്നെ നമ്മളുടെ മൈറ്റ് ഗെ എന്ത് ചെയ്യുന്നുണ്ട്, ബാഗ് എടുത്ത് കാലി വെച്ച് തല കുത്തി നടന്ന് കുത്തി പോവാണ് ആ വില്ലേജിലേക്ക്. അപ്പോഴത്തേക്കും കക്കാശിയും പുറകെ ഓടിപ്പോവാണ്. പിന്നെ മിറായും ഈ കൊച്ചുകൂടെ നിൽക്കാൻ പറ്റും, അവരും ഓടുവാണ്. ഞാനൊരു കാര്യം പറയാൻ മറന്നുപോയി. ആ കൊച്ചിൻ്റെ പേരാണ് ടട്സുമി കേട്ടോ. ടട്സുമി, മിറായി, കക്കാശി, നമ്മളുടെ മൈറ്റ് ഗെ എല്ലാവരും കൂടെ വില്ലേജിലേക്ക് എത്താണ്. അപ്പോഴത്തേക്ക് ഒരു കൊച്ചു മുത്തശ്ശിയെ കാണാണ്. അപ്പോൾ മുത്തശ്ശിയാണെങ്കിൽ പറയാണ്, നിങ്ങൾ ഹോട്ട് സ്പ്രിങ് തിരക്കി വന്നതാണോ? പണ്ട് ഇവിടെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ആ ഒരു ഹോട്ട് സ്പ്രിങ് മുഴുവനായിട്ടും
മാഞ്ഞു പോകുന്ന രീതിയിലായിരുന്നു. ഈ ഒരു വലിയ കല്ല് കണ്ടില്ലേ, ഇതിൻ്റെ അടിയിലാണ് ഹോട്ട് സ്പ്രിംഗ് എന്ന രീതിയിൽ പറയുകയാണ്. നിങ്ങൾ അതിൻ്റെ പരിഹാരം ഒന്നും ചെയ്തില്ല, ഇതെടുത്ത് മാറ്റിയില്ല എന്നൊക്കെ മൈഗയെ ചോദിക്കുമ്പോൾ ആരോട് സഹായം ചോദിക്കാനാ, ആര് ചെയ്യാനാ എന്നൊക്കെ ഇവർ പറയുകയാണ്. അപ്പം മൈഗയാണെങ്കിൽ വില്ലേജിലോട് ചോദിച്ചില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനൊന്നും വില്ലേജിലുള്ള ആൾക്കാരൊക്കെ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ പറ്റിയില്ല എന്ന് മുത്തശ്ശി പറയാണ്. നിങ്ങളിവിടെ നിൽക്ക്, നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. അപ്പോഴാണ് ഒരു കള്ളക്കുടിയനല്ല പബ്ബിലിരിക്കുന്ന ഒരാൾ വന്ന് ഇവരെ വിളിക്കുന്നത്. ലൈക്ക് നിങ്ങൾ എൻ്റെ കൂടെ വാ, ഞാൻ നിങ്ങൾക്ക് ചിലവ് ചെയ്ത് തരാം. അങ്ങനെ നമ്മളുടെ കക്കാഷി, മൈറ്റ്, മിറായി, അതുപോലെ തന്നെ നമ്മളുടെ ഡറ്റ്സുമി എല്ലാവരും അങ്ങോട്ടേക്ക് പോവാണ്. കക്കാഷി നല്ല രീതിയിൽ കള്ള് കുടിക്കുന്നുണ്ട്, എന്നാലും ഫിറ്റും പൂസൊന്നും ആവുന്നില്ല, മാസ്ക് ഒന്നും മാറ്റുന്നില്ല. അപ്പോൾ മൈറ്റ് ആണെങ്കിൽ പിന്നെ ഞാൻ ചെയ്യുമെന്നാണോ, ഞാനും അതുപോലെ എന്ന് പറഞ്ഞാൽ കുടിച്ച് അടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മളുടെ മിറായി ആണെങ്കിൽ ഓരോ കാര്യങ്ങളായിട്ട് ഇവരോട് ചോദിക്കുകയാണ്. കക്കാഷിയും ചോദിക്കുകയാണ്, ആ പ്രശ്നത്തിന് ശേഷം നിങ്ങൾ എന്തേ ബാക്കിയുള്ള വില്ലേജിന് ചോദിച്ചില്ല, ഫയറിന് ചോദിച്ചില്ല, ലീഫ് സഹായിക്കാമായിരുന്നല്ലോ, എന്ത് പറ്റിയും ചോദിക്കുകയാണ്. അപ്പോൾ അവർ പറയാണ് അവരോടൊക്കെ സഹായം ചോദിച്ചിട്ട് എന്തിനാ, അവർക്ക് വലിയ വില്ലേജസ് അല്ലേ, വലിയ ഹൊക്കാഗയും കാഗേമാരും ഒക്കെ ഉള്ള ആൾക്കാർ, അവരൊക്കെ വരുമോ, അല്ലെങ്കിൽ തന്നെ ഒരു ഹൊക്കാഗയൊക്കെ നമ്മളുടെ വില്ലേജ് വരുമോ എന്നൊക്കെ പറഞ്ഞ് ഇവർ ചിരിക്കുമ്പോൾ മിറായി ആലോചിക്കണം, പ്രീവിയസ് ഹൊക്കാഗെ എടുത്താണ് ഇവരെന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ആരോടും സഹായം ചോദിക്കാത്തത് ഇവരെ ആരും സഹായിക്കില്ല എന്ന് വെച്ചിട്ടാണ് കേട്ടോ. മുഖത്തൊരു ചിരിയൊക്കെ മിറായി കാട്ടുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിൽ എന്താ ഇവന്മാർ വിളിക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ദേഷ്യമാണ്. പിന്നെ അവൾ പോയിട്ട് ആ കല്ല് നീക്കാൻ നോക്കുന്നുണ്ട്, നടക്കുന്നില്ല. മുത്തശ്ശി വന്നിട്ട് കണ്ടിട്ട് പൊട്ടറ്റോ കൊടുക്കുന്നുണ്ട്. അത് റോസ്റ്റ് ചെയ്ത പൊട്ടറ്റോ ആണ് കേട്ടോ. അത് നല്ല ടേസ്റ്റ് ഉണ്ട്. അത് കഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ മുത്തശ്ശി പറയുകയാണ് ഇത് നീക്കാനായിട്ട് പറ്റിയിരുന്നില്ല രീതിയിൽ. അപ്പോൾ അവളും ശ്രമിക്കാവുന്ന രീതിയിൽ പറയുകയാണ്. അപ്പോൾ അവിടത്തേക്ക് കക്കാഷി വരികയാണ്. കക്കാഷി കണ്ടതും ഇത് എങ്ങനെയെങ്കിലും നീക്കണ്ടേന്ന രീതിയിൽ സംസാരിക്കുമ്പോൾ ഞാനൊരു വഴി കണ്ടുവച്ചിട്ടുണ്ട്, ശരിയാവുമെന്നൊന്നും അറിയത്തില്ല എന്ന രീതിയിൽ പറയുകയാണ്. എന്താണെന്ന് പറയുന്നില്ല. അടുത്ത ദിവസം ഇവരെയും കൊണ്ട് ആ ഒരു വില്ലേജിൻ്റെ സ്ഥലത്തിൻ്റെ എൻട്രൻസിൽ വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടത്തേക്ക് നല്ലൊരു ജ്വലിപ്പ് മീൻസ് ഗ്ലോയിൽ ഒരാൾ കയറി വരുന്നുണ്ടോ, പ്രതീക്ഷയുടെ കൂട്ടമായിട്ട്. അത് നമ്മളുടെ ചോജിയാണ്. ചോജിയെ കണ്ടതും മിറായിക്ക് മനസ്സിലായി ചോജിയെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന്. പക്ഷെ ചോജി വിചാരിച്ചതുപോലെയല്ല, വന്ന ഉടനെ വീണിട്ട് ഞാൻ ടയേർഡാണ്, മിഷന് പോയിട്ട് ഒരുപാട് ടയേർഡാണ്, ഇവിടെ അടുത്തൊരു മിഷന് പോയതാണ്, എനിക്ക് കുറച്ച് പൊട്ടറ്റോ വേണമെന്ന് പറയുമ്പോൾ പൊട്ടറ്റോ ഫ്രൈ ചെയ്തത് കൊണ്ട് കൊടുക്കുകയാണ് മിറായി. അപ്പോൾ അവൻ പറയാണ് എനിക്ക് പൊട്ടറ്റോ ചിപ്സ് വേണമെന്ന്, എണ്ണയും പിണ്ണാക്കും ഇല്ലാത്ത ഈ നാട്ടിൽ വന്ന് ഞാൻ എന്തുണ്ടാക്കാനാണ് എന്നൊക്കെ മിറായി പറയുന്നുണ്ടെങ്കിലും ചോജിക്ക് റെസ്റ്റ് എടുക്കാൻ സ്ഥലം കൊടുത്തിട്ട് അവളെ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുന്ന സമയത്ത് അവർ സോജി അവിടെ നിന്ന് പറയുന്നുണ്ട് ചെറുതായിട്ട് അറിയണം, എണ്ണ ഇടുമ്പോൾ കിറുമുറു എന്ന് കേൾക്കണം, തിന്നുമ്പോൾ കറുമുറു എന്ന് കേൾക്കണം, ഉപ്പ് ആ ഒരു പാകത്തിന്, മുളക് ഈ ഒരു പാകത്തിന്, അതിൽ എണ്ണ ഈ ഒരു പാകത്തിന്, ഇത്ര ഇട്ട് വറുക്കണം എന്ന രീതിയിലൊക്കെ പറഞ്ഞാൽ ഭയങ്കര കണ്ടീഷൻസൊക്കെയാണ്. ഒന്നും അത് ഉണ്ടാക്കി കൊടുക്കുന്നേ പോരാ, അയാൾക്കിനി അതിൻ്റെ കൂടെ കണ്ടീഷൻസും. ആ ഒരു ടട്സമി സഹായിക്കുന്നത് തന്നെ മിറായിക്ക് ഭയങ്കര എന്തോ പോലെ, കാരണം അവരുടെ കൂടെ വന്ന ഗസ്റ്റ് പോലെയാണല്ലോ. അപ്പോൾ ചോജി ഇങ്ങനെ കിടന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് നിന്നെ കാണാൻ മാസ്റ്ററിനെ ഓർമ്മ വരുന്നുണ്ടെന്ന്. അതായത് നിനക്കറിയോ മാസ്റ്ററിൻ്റെ ഒരു പാറ്റേൺ ആണ് ഈ കാതിലെ കടുക്കനിടുക. ലൈക്ക് മാസ്റ്റർ അതിടും ഞങ്ങളെ അത് ഇടിക്കുമായിരുന്നു, മാസ്റ്ററിൻ്റെ ടീമിലെ മെമ്പേഴ്സാണ് ഞങ്ങളെന്ന് നിനക്ക് അറിയാമല്ലോ. അപ്പോൾ അതാണ് ഇപ്പോൾ ഇനോഷിക്ക ചോ ഫോർമേഷൻ നടത്തുന്ന ആ ടീമും ഫോളോ ചെയ്ത് പോകുന്നതെന്ന് പറയാണ്. അപ്പോഴത്തേക്കും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ അങ്ങനെയാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അതെ അയാൾ അങ്ങനെ ആയിരുന്നു, പക്ഷെ ഒരുപാട് സിഗരറ്റ് വലിക്കും. അത് ചിലപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയുള്ള ഒരു മനുഷ്യൻ ഉണ്ടെങ്കിൽ ആൾക്കാരെല്ലാം അയാളിങ്ങനെ ശ്രദ്ധിക്കൂലേ, അങ്ങനെ ശ്രദ്ധിക്കാതിരിക്കാൻ ഒരു ഇംപെർഫെക്ഷൻ കൊണ്ടുവന്നിട്ടുണ്ടായതായിരിക്കാം. കാരണം എല്ലാത്തിനും ശ്രമിച്ചോണ്ടേയിരിക്കും, കിട്ടിയില്ലെങ്കിലും ശ്രമിച്ചോണ്ടേയിരിക്കുന്ന ഒരാളായിരുന്നു അയാൾ എന്ന രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുക. എന്നിട്ടൊന്നൊക്കെ ചോദിച്ചു ഒരുപാട് കാര്യങ്ങൾ അസുമേനെ പറ്റി ചോജി പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു സമയം പെട്ടെന്ന് ചിപ്സ് ഉണ്ടാക്കുന്ന പറയുന്ന ചോജിയെ കാരണം ഇവർ പെട്ടെന്ന് ചിപ്സും ഉണ്ടാക്കുന്നുണ്ട്. അതിനുശേഷം കഴിക്കാതിരിക്കുന്ന ചോജിയാണ് കാണിക്കുന്നത്. കാണുമ്പോൾ തന്നെ അത്രയും ക്രിസ്പി അല്ലെന്ന് തോന്നുന്നുണ്ടെങ്കിലും ഷേപ്പില്ലെന്ന് തോന്നുന്നുണ്ടെങ്കിലും ചോജി എടുത്ത് കഴിക്കുമ്പോൾ പറക്കി കഴിക്കുകയാണ്. കാരണം അത്രയും ടേസ്റ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. സൂപ്പർ എന്ന് പറഞ്ഞിട്ടാണ് കഴിക്കുന്നത്. എന്നിട്ട് ചെന്ന് നിൽക്കുമ്പോൾ ചക്ര ഇനി ഗെയിൻ ചെയ്ത് കാണോ എന്താവും എന്ന് പറഞ്ഞാൽ മിറായ ഭയങ്കര ടെൻഷനാണെങ്കിലും ചോജി ആണെങ്കിൽ ബോഡി എൻലാർജ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ശക്തിക്ക് തള്ളുന്നുണ്ട് ആ കല്ലിനെ. അപ്പോഴത്തേക്കും അത് അനങ്ങുന്ന കൂടിയില്ല. അങ്ങനെ ചോജി എന്ത് ചെയ്യുന്നുണ്ട്, നല്ല രീതിയിൽ ഇനിയും ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് ചെയ്യാണ്. മിറായ ആണെങ്കിൽ അസുമ പറഞ്ഞതുപോലെ ഒന്നിനും വിട്ടുകൊടുക്കത്തില്ല, ചെയ്യുന്ന ഓർത്തിട്ട് മിറായും ചെയ്യാണ്. പുറത്തുനിന്ന് ഒരാളെ സഹായിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ വില്ലേജേഴ്സും സഹായിക്കുകയാണ്. എല്ലാവരുടെയും കൂടെ ഹെൽപ്പോടെ ചോജി പിന്നെ ബട്ടർഫ്ലൈ മോഡലും കൂടെ പോയി കൃത്യമായിട്ട് ആ കല്ല് പറപ്പിച്ച് കളയുന്നുണ്ട്. അതിലും അത്ഭുതം കണ്ടുകൊണ്ട് നിൽക്കുന്ന ഒരു ചോജി ഒരു മനുഷ്യനാണോ, ഇവനിനി ഏഞ്ചലാണോ അതോ ഒരു മോൺസ്റ്റർ ആണോ എന്നൊക്കെ ആലോചിക്കും.
ആലോചിക്കുന്നുണ്ട്. നമ്മളുടെ മിറയാണെങ്കിൽ എന്ത് ഭംഗിയായിട്ടാണ് ചോജിയെ കാണാൻ ബട്ടർഫ്ലൈ മോഡിലെന്ന് നോക്കുകയാണ്. അതേസമയം ഹോട്ട് സ്പ്രിംഗ് വന്ന ആ ഒരു ഫോഴ്സിന് അവിടെ ഫുള്ള് മഴ പോലെ പെയ്ത് എല്ലാവരും നനയാണ്. അപ്പോൾ ചോജി ആണെങ്കിൽ സ്ലിമ്മായി ഭയങ്കര ഇതാവുന്നുണ്ട്. മിറായി താങ്ക്സ് പറയാൻ പോകുമ്പോൾ വേണ്ട, അസുമയാണ് എന്നെ ഇതുവരെ എത്തിച്ചത്, മാസ്റ്റർ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഇങ്ങുപോലും എത്തത്തില്ലായിരുന്നു. ഒന്നുമില്ലാതെ അങ്ങനെ അക്കാഡമിയിൽ കയറാൻ തന്നെ പറ്റുമോ അറിയാൻ വയ്യാതെ നടന്ന് എന്നെ വന്ന് മോട്ടിവേറ്റ് ചെയ്തു. ലൈക്ക് ആദ്യം ഞാൻ എത്ര മോശപ്പെട്ട ഒരു സ്റ്റുഡൻ്റ് ആണെന്ന് ബാക്കിയെല്ലാവർക്കും അറിയാം, അസുമയ്ക്ക് നന്നായിട്ടറിയാം. ഒന്നും ചെയ്യാൻ പറ്റുള്ളതെന്ന് വിചാരിച്ചെടുത്തുനിന്ന് എല്ലാം ചെയ്യാൻ പറ്റും. ഇത്രയും നല്ലൊരു പെർഫോമൻസ് എനിക്ക് കൊണ്ടുതന്നതും വാറിലൊക്കെ എനിക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്നതും ഇന്നിവിടെ നിൽക്കാൻ പറ്റുന്നതും ഒക്കെയും അസുമ കാരണമാണ്. അപ്പോൾ മിറായിക്ക് വേണ്ടി ഇത്രയെങ്കിലും ചെയ്യേണ്ടേ എന്ന് മാസ്റ്ററിൻ്റെ പുള്ളി എന്നാൽ നമുക്ക് സിസ്റ്റർ അല്ലേ എന്ന് പറഞ്ഞിട്ട് ഷിക്കമാറും ഒക്കെ എത്ര നന്നായിട്ട് നോക്കുന്നു, അവരെക്കാൾ നന്നായിട്ട് നമ്മൾ നോക്കും എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഇനോയും അതുപോലെ തന്നെ ചോജിയുടെയും കാര്യം ചോജി പറയുന്നുണ്ട്. എന്നിട്ട് ചോജി അവിടെ നിന്നും പോവാണ്. കുറേ ചിപ്സ് വാങ്ങിച്ചുകൊണ്ടാണ് പോകുന്നത് കേട്ടോ. അങ്ങനെ അടുത്തതിന് ശേഷം നമ്മളുടെ മിറായിനെ ടട്സുമിനെ കാണിക്കുകയാണ്. ടട്സുമി പറയാണ്, ഞാൻ നിന്നോടൊരു നുണ പറഞ്ഞു, അതായത് ഞാൻ വന്നത് അമ്മയുടെ ഓർമ്മകൾ കിട്ടാനല്ല, ഞാൻ കാണാനാണ് വന്നത്. കാണാനോ? നീയല്ലേ പറഞ്ഞ മരിച്ചു എന്ന് ചോദിക്കുമ്പോൾ അതെ മരിച്ചു, പക്ഷെ മരിച്ചവരെ ഹോട്ട് സ്പ്രിംഗിൽ വെച്ച് കാണാൻ പറ്റും എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞു എന്ന് പറയാണ്. ഞാനിങ്ങനെ വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യുന്ന ആളാണ്, അപ്പോൾ അവിടെ നിന്ന് ഒരു സ്ഥലത്തു നിന്നാണ് ഞാൻ ഇത് അറിഞ്ഞതെന്ന് പറയുന്നുണ്ട്. ഇത് മിറായി വിശ്വസിക്കുന്നില്ല. അസുമയുടെ കാര്യം പറഞ്ഞുകൊണ്ടാണ് ഇവള് പറയുന്നത് ടട്സുമി. കാരണം മിറായിയുടെ കാര്യം കേൾക്കുമ്പോൾ അസുമേനെ കാണണമെന്ന് ആഗ്രഹമില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ഇതൊന്നും പ്രാക്ടിക്കലി പോസിബിൾ അല്ല, നിനക്ക് തോന്നുന്നതാണെന്ന് പറഞ്ഞ് മിറായി നല്ല രീതിയിൽ പറഞ്ഞിട്ട് അവിടുന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. എന്നാലും പോകുന്ന വഴിയും ഒക്കെയും ആലോചിച്ച് നോക്കുകയാണ്. ഒരു പ്രാവശ്യം കണ്ടിരുന്നെങ്കിൽ ചോദിക്കാനൊന്നുമില്ല, പക്ഷെ അങ്ങനെ കാണാനൊരാഗ്രഹം എന്നും പറഞ്ഞിട്ട് അസുമേനെ കാണാനായിട്ടുള്ളൊരാഗ്രഹം മിറായിയുടെ മനസ്സിലുള്ളതുകൊണ്ട് പോയി കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. എല്ലാവരും ഉറങ്ങിയെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മിറായി ഇറങ്ങിപ്പോവാണ്. അവിടെ ടട്സുമിയുണ്ട്. ഇതായി മുറി വിട്ട് ഇറങ്ങുമ്പോൾ തന്നെ ഒരു കാര്യം തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു, പോയി കാണണം അറിയണം എന്ന് തീരുമാനിച്ചിറങ്ങി വന്നതാണ്. ടട്സുമിയും അവിടെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ടട്സുമിയുടെ കൂടെ പോയി കാണാൻ തീരുമാനിക്കുകയാണ്. ഇവിടുന്ന് ഒരുപാട് ദൂരമുണ്ട് ആ ഒരു ഹോട്ട് സ്പ്രിങ്ങിലേക്ക് പോകാൻ. അങ്ങനെ ഇവർ ആ ഒരു മാപ്പൊക്കെ നോക്കി പോകുന്നുണ്ട്. തുണി പറന്നു വരുമ്പോൾ തന്നെ ടട്സുമി പേടിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ട മിറായി എന്ത് പറയുന്നുണ്ട്, നമ്മുടെ മൈഡ്ഗയുടെ കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മൈഡ്ഗയ്ക്ക് ഭയങ്കര പ്രയത്നം പേടിയാന്നൊക്കെ. പോണ വഴിയിൽ അവരൊരു സ്ഥലത്ത് നിന്ന് വെള്ളം എടുത്ത് കുടിക്കുന്നുണ്ട്. കാരണം അവിടുത്തെ വെള്ളം അത്ര പ്യുവറാണെന്നും അത്ര നല്ലതാണെന്നും ബോഡിക്കെന്നൊക്കെ പറഞ്ഞിട്ടാണ് ടട്സുമി കുടിക്കുന്നത്. മിറായിയോട് ചോദിക്കുമ്പോൾ മിറായി പറയാണ്, ഞാൻ അസുമേനെ സത്യം പറഞ്ഞാൽ ഇതുവരെ കണ്ടിട്ടില്ല, എല്ലാവരും പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ എന്ന്. ഞാൻ എൻ്റെ അമ്മയോട് വഴക്കിട്ടതിന് ശേഷമാണ് അമ്മ മരിച്ചുപോയത്. പക്ഷേ ആ ഒരു സമയത്ത് ഞാൻ ക്ഷമ പറയാൻ ചെല്ലുമ്പോൾ അവർ മരിച്ചു പോയിരുന്നു എന്ന് നമ്മളുടെ ടട്സുമി പറയാണ്. അതുകൊണ്ട് എനിക്ക് സംസാരിക്കണം എന്ന് പറഞ്ഞ ടട്സുമിയും ഞാനിതുവരെ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ മിറായിയും അങ്ങനെ ഇങ്ങനെയും പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഇമോഷണൽ ആവാണ്. ടട്സുമി ആണെങ്കിൽ അതൊക്കെ പറഞ്ഞിട്ട് കരയുന്നുണ്ട്. മിറായിക്ക് എന്നെ ആശ്വസിപ്പിക്കണമെന്നൊന്നും അറിയത്തില്ല, എന്നാലും അവൾ പറയുന്നുണ്ട്, വാ പെട്ടെന്ന് പോവാം, നമുക്ക് എല്ലാം ശരിയാക്കാമെന്ന രീതിയിൽ പറഞ്ഞിട്ട് ആ ടട്സുമിനെ വിളിച്ചിട്ട് പോകുന്നുണ്ട് നമ്മളുടെ മിറായി. പോകുന്ന വഴിയിൽ നീ മുമ്പേ പോയിട്ടുണ്ടോ? ഇല്ലല്ലോ. നീ ആരെങ്കിലും പോയാൽ കേട്ടിട്ടുണ്ടോ? ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പോകുന്ന വഴി നമ്മളുടെ മിറായിയോട് അസുമയെ പറ്റി ചോദിക്കുമ്പോൾ എനിക്ക് വലുതായിട്ട് പറയാനൊന്നും അറിയത്തില്ല, ചോജി പറഞ്ഞില്ലേ അതൊക്കെ തന്നെ എനിക്കും അറിയത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് അസുമേനെ പണ്ട് കാണണമെന്ന് ആഗ്രഹിച്ചപ്പോൾ അസുമ അടുത്തുള്ളതായിട്ടും അസുമ വിഷമിച്ചിരിക്കുന്നതായിട്ടും ഒക്കെ ഇമാജിൻ ചെയ്തതും ഒക്കെ ആ മിറായി ഓർത്തു നോക്കുകയാണ്. അപ്പം മിറായിക്കും ഇപ്പോൾ ഒരു പ്രതീക്ഷ വന്നിട്ടുണ്ട്, കണ്ടാൽ കൊള്ളാമെന്നൊക്കെ. അങ്ങനെ നമ്മൾ ടട്സുമിനെ വിളിച്ചിട്ട് പോവാണ്. സത്യത്തിൽ മിറായിക്ക് ടട്സുമിനെ ഒറ്റയ്ക്ക് വിടാൻ താല്പര്യമില്ല. അവിടെ ചെല്ലുമ്പോൾ ഒരു വലിയ ആറ് ക്രോസ് ചെയ്യണം, ആറ് മീൻസ് പുഴ. അങ്ങനെ നമ്മൾ ടട്സുമിനെ എടുത്ത് പറന്ന് നമ്മളുടെ ടാറ്റ്സിനെ പോലെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കയറി വലിഞ്ഞ് കയറിയത് ഏണി കയറി ഇറങ്ങി മരത്തിൽ കയറിയൊക്കെ ആ ഒരു സ്ഥലത്തെത്താണ്. ഒരു മരം തന്നെ വെട്ടി മുറിച്ചിട്ട് അതിൽ കൂടെ ഒരു പാലമൊക്കെ കടന്നു വരാണ്. ടട്സുമി ആലോചിക്കുന്നുണ്ട്, മിറായി ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം കാണാം. കാരണം ടട്സുമി ഒറ്റയ്ക്ക് വരാനായിട്ട് നിന്നതാണല്ലോ, മിറായി ആണ് ലാസ്റ്റ് മൊമെന്റിൽ കൂടെ വരാമെന്നും പറഞ്ഞ് വന്നത്. അങ്ങനെ രണ്ടുപേരും പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ അവിടെ വഴി അവർക്ക് അറിയാൻ വയ്യാതെ വരികയാണ്. അവിടെ വെച്ചൊരു പെണ്ണിനെ കാണാനൊരു മങ്കി ക്യാപ്പൊക്കെ വെച്ചൊരു മങ്കി പെണ്ണിനെ, അങ്ങനെ മങ്കി പെണ്ണ് ഇവരെ വിളിച്ചിട്ട് പോവുകയാണ്. അവർക്ക് മങ്കി വഴി കാണിച്ചു കൊടുക്കുകയാണ്, അങ്ങനെ പോയാൽ എത്തുമെന്ന്. അങ്ങനെ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ ഇടയിൽ കൂടെ കയറി പോകാൻ ഒരു മാസ്ക് ഇട്ടാൽ മണ്ടം പറയാണ്. അങ്ങനെ ആ മണ്ടം പറഞ്ഞത് പ്രകാരം ഇവർ കയറി പോവാണ്. അപ്പോഴത്തേക്കും അവിടെ ആകെ എന്തോ ഒരു മണം, എന്തോ ഒരു പ്രത്യേകത. ഒരുപാട് ആൾക്കാർ, ഏകദേശം ഒരു 197 ആൾക്കാർ അവിടെ നിൽക്കുന്നു, അല്ല 198 ആൾക്കാർ അവിടെ നിൽക്കുന്നു. എന്താ സംഭവം ചോദിച്ചാൽ അവിടെ പറയാണ്, 200 പേര് തികയാൻ ഞങ്ങൾ കാത്തിരിക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ അടുത്ത് പോകാൻ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും
ഓരോരുത്തർക്കും ഓരോരുത്തരെ കാണണം. ഹോട്ട് സ്പ്രിംഗിൽ ഇറങ്ങിയാൽ മരിച്ചവരെ കാണാം, ഫ്രണ്ടിനെ കാണാം, അമ്മയെ കാണാം, അച്ഛനെ കാണാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒരാൾ ഫാമിലി മുഴുവൻ നഷ്ടമായവരും അവിടെ ഉണ്ട്. അവരൊക്കെ വന്നേക്കുന്നത്. ഇവരെല്ലാം അവിടെ നിന്ന് ഒരാൾ വന്ന് കൂട്ടിക്കൊണ്ട് പോകുന്നുണ്ട്. ഭയങ്കര വെട്ടമുള്ളൊരു സ്ഥലത്ത് ഒരു വലിയ ഹോട്ട് സ്പ്രിങ്ങിലേക്ക് എന്ന് വെച്ചാൽ അല്ല, വേറൊരുത്തൻ്റെ അടുത്തേക്ക്. ഇവനെ കാണാൻ ഒരാളെ പോലെ ഉണ്ട്. അത് ആരാന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അവനെ കാണാനായിട്ട് പോവാണ്. ഇയാൾ ആരാന്ന് അയാൾ തന്നെ പറയുന്നുണ്ട്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ല ഇവൻ്റെ പേര് റായുക്കി എന്നാണ് കേട്ടോ. അപ്പോൾ അവനാണെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ നോക്കിയിട്ട് പറയുകയാണ്, നിങ്ങൾ 200 പേരുണ്ട്, 200 പേരെ വെച്ചിട്ട് ഞാൻ സാധിക്കാനിരുന്ന സംഭവം ചെയ്യാനായിട്ട് പോവാണ്. ഞാൻ ഇത്രയും നാളും ചെയ്യാനായിട്ടിരുന്ന ഹോമമോ പൂജയോ മന്ത്രമോ എന്തോ ഒന്ന് തന്ത്രമോ ഒന്ന് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾ 200 പേരിൽ ഒരാളെ ഞാനിപ്പോൾ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞ ഒരു കൊച്ചിനെ വിളിക്കുകയാണ്. നിനക്ക് ആരെ കാണണമെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ടിനെ എന്ന് പറയുകയാണ്. അപ്പോഴത്തേക്കും അവളെ വിളിച്ച് ഫ്രണ്ടിനെ കാണിക്കാൻ. ഈ ഒരു റായുക്കിക്ക് 2 ശൊങ്കടികളുണ്ട്. ശൊങ്കടിമാർ ഇവളെ വിളിച്ചിട്ട് ഒരു ഡ്രസ്സ് ഇടിപ്പിച്ചിട്ട് ആ പുകയിലേക്ക് കയറ്റി വിടുമ്പോൾ അവിടെ വെച്ച് അവൾ കണ്ടേ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളുടെ മിറായെ വെക്കുന്നുണ്ട്. നിനക്ക് ആരെ കാണണമെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അച്ഛനെ കാണണം. അച്ഛൻ്റെ പേരെന്താന്ന് ചോദിക്കുമ്പോൾ അസുമ എന്ന് പറയണം. അത് കേട്ട് ഇവനൊന്ന് ഞെട്ടുന്നുണ്ടെങ്കിലും നിനക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഇവളെയും ശൊങ്കടിമാരെ കൊണ്ട് ഡ്രസ്സ് ഇടിപ്പിക്കുന്നു. അപ്പോഴാണ് മിറായ് അവൻ്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ശ്രദ്ധിക്കുന്നത്. ഒരു പ്രത്യേകം മോതിരം. അത് ശ്രദ്ധിച്ച് അവൾ അകത്തേക്ക് കയറി പോകുമ്പോൾ അസുമേനെ കാണാണ്. അസുമ അച്ഛ എന്ന രീതിയിൽ പറയുന്നിടത്ത് വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. നെക്സ്റ്റ് എപ്പിസോഡിൽ കാണുന്നത് വരെ എല്ലാവർക്കും